എങ്ങടെ പോണേന്ന് പറ. വണ്ടിയിൽ എങ്ങടെ പോണേ? കഴിഞ്ഞൂട്ടാ. ഹലോ, നമ്മളെങ്ങടെ പോണ പൊന്നോ? എങ്ങടെ പോണേന്ന് പറ. വണ്ടിയിൽ എങ്ങടെ പോണേ? മാളെ പോവാ പറഞ്ഞേ. അപ്പൊ നമുക്ക് മാളി വെച്ച് കാണാം. നോക്കൂ. ഏതില്? ബേസിൽ നിൽക്കണത്. എന്തിനാ ബേസിൽ നിൽക്കുക? ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞങ്ങൾ മാളിൽ പോവാണ് കേട്ടോ. അപ്പോൾ മിർദിഫ് മാളിലേക്കാണ് പോണത്, ദുബായിലുള്ള മിർദിഫ് മാൾ. അപ്പോൾ അവിടെ ആദ്യമായിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ മാളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോണത്. ഒപ്പം ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഉണ്ണിക്ക് ഒരു കുഞ്ഞ് ഉടുപ്പൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ അതും ഉണ്ട്. പിന്നെ വേറെ ഞങ്ങളുടേതായ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ ബിൽഡിങ് ഇങ്ങനെ ആകെ ഇതായിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ പണികൾ നടക്കുന്നുണ്ട്, റിനോവേഷൻ പരിപാടികൾ നടക്കുകയാണ്. അതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മാളിൽ എത്തിയിട്ടുണ്ട്. ഇതിന് വേണ്ടേ? കേക്ക് വേണോ? നമ്മളെങ്ങടെ വന്ന് നോക്കണ പൂസ കുട്ടൂസ? എങ്ങടെ വന്ന് നോക്കണേ? എങ്ങടെ കുട്ടൂസ? നമ്മളെങ്ങട് കയറാൻ നിൽക്കതേ? ലിഫ്റ്റ് വന്നു. ലിഫ്റ്റ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കുറേ നടന്നു കണ്ടു മാളൊക്കെ. അതിനുശേഷം ഇവന്മാരെയൊക്കെ ഇറക്കി വിട്ടു കേട്ടോ. സ്ട്രോളറിൽ നിന്ന് ഇറക്കി വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് വിശന്നു. അപ്പോൾ ഞാൻ കയ്യിൽ ജസ്റ്റ് ഇത്തിരി സ്നാക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കൊടുത്തു. അപ്പം ഇത്തിരി നേരം കുഴപ്പമില്ലാണ്ട് നിന്നു. അപ്പോൾ പാപ്പ കഴിഞ്ഞിട്ടില്ലേ? പാപ്പ എടുക്കണ്ട. ഇവിടുന്ന് പിന്നെ നമ്മൾ വിചാരിച്ചു ഉണ്ണിക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ പോവാം എന്നൊക്കെ വിചാരിച്ച് പല ഷോപ്പിലും കയറി. അവസാനം നമ്മളിതേ വന്ന് RNBയിൽ തന്നെ വന്ന് എത്തി. അവിടെ നിന്ന് തന്നെയാണ് എടുത്തതെന്ന് തോന്നുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ നിന്ന് RNBയിൽ തന്നെയാണ് നമ്മൾ ഉണ്ണിക്കുള്ള ഡ്രസ്സ് എടുത്തത്. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് മുമ്പ് RNBയിലല്ലാണ്ട് വേറെയും നോക്കി, സ്പ്ലാഷിലാണെന്ന് തോന്നുന്നു. അവിടെയൊക്കെ നോക്കി, സെൻറ്റർ പോയിൻ്റ് അവിടെയൊക്കെ നോക്കിയായിരുന്നു. പിന്നെ അവസാനം നമ്മൾ RNBയിലേക്ക് വന്നതാണ്. പിന്നെ ഭയങ്കര തിരക്കാണ്. ബാക്ക് ടു സ്കൂൾ ആയതുകൊണ്ട് തന്നെ സ്കൂളൊക്കെ റീഓപ്പൺ ആവണതിൻ്റെ തിരക്കിലാണ് കേട്ടോ മൊത്തം. നമ്മൾ RNBയിൽ നിന്ന് തന്നെയാണ് കേട്ടോ അവസാനം വാങ്ങിച്ചത് ഉണ്ണിക്ക്. അത് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കാരിഫോറിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് കാരിഫോറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ഭാഗം കൂടി നോക്കി, വുമൺ സെക്ഷൻ നോക്കിയതാണ്. എങ്ങനെയുണ്ട് സംഭവങ്ങൾ, റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി. വല്ലതും എടുക്കാൻ പറ്റിയെങ്കിൽ എടുക്കാമെന്നൊക്കെ വിചാരിച്ച്, പക്ഷെ ഒന്നും എടുത്തില്ല ഞാൻ അവിടുന്ന്. അങ്ങനെ ജസ്റ്റ് ഞാൻ കണ്ടു അവിടത്തേക്ക്. പിന്നെ മെൻ സെക്ഷൻ ഉണ്ട് അപ്പുറത്ത് കണ്ട. ബാക്ക് ടു സ്കൂളാണ് മൊത്തം. അതിന് ഭയങ്കര കളക്ഷൻസ് ഉണ്ട് അവിടെ. ഇപ്പം സ്കൂൾ റീഓപ്പൺ ആവണതിൻ്റെ മുന്നോടിയായിട്ട് ഭയങ്കരമായിട്ട് കളക്ഷൻസ് നല്ലോണം ഉണ്ട്. അതിന് ഭയങ്കര തിരക്കും ഉണ്ട് അതിൻ്റെ. പിന്നെന്താ നമ്മളപ്പോൾ അവിടെ കാരിഫോറിൻ്റെ അവിടെ നിന്ന് തന്നെ ചെറുതായിട്ട് ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് കാരിഫോറിൻ്റെ അവിടെ തന്നെ
ഉള്ള അവിടെ പിസ്സ ഓർഡർ ചെയ്തു. ചെറിയ പിസ്സയാട്ടോ ഓർഡർ ചെയ്തു. പിന്നെ ചേട്ടൻ ഷവർമ ഓർഡർ ചെയ്തു. അപ്പോൾ അങ്ങനെ രണ്ടും കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് അവരും അധികം ഒന്നും കഴിച്ചൊന്നുമില്ല. അവർക്ക് വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല. പിസ്സ ആയാലും അതായാലും വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല, കഴിച്ചിട്ടില്ല. വാ വാ പുട്ട അപ്പൂസ് എവിടെ? വാഷ്റൂമിൽ പോയോക്കാം, വരൂട്ടാ. പോയി. അങ്ങനെ നമ്മൾ ബാക്ക് ടു ഹോം പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ മാള് കാണാൻ വേണ്ടി വന്നതാണ്. നല്ല മാളാണ്. കാരണം അധികം റഷും കാര്യങ്ങളും ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സ്കൂളൊക്കെ റീഓപ്പൺ ആവണതിൻ്റെ തിരക്കാണ് കൂടുതൽ കേട്ടോ. ചേട്ടൻ പറഞ്ഞത് ഇവിടെ അല്ലെങ്കിൽ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല എന്നാണ് പറഞ്ഞത്. നല്ല പീസ്ഫുള്ളായിട്ട് നമുക്ക് സംഭവങ്ങൾ പോയി വരികയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ബാക്ക് ടു സ്കൂളാണ് എല്ലാവരും. അപ്പോൾ അതിൻ്റെ ത്രില്ലിലും കാര്യങ്ങളിലും കുട്ടികൾക്കൊക്കെ സംഭവങ്ങൾ ബാഗും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നോക്കാണ് ഫാമിലീസൊക്കെ. അപ്പോൾ അതിൻ്റെ തിരക്കുണ്ടായിരുന്നു. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല മോളാണ്. പിന്നെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ കുട്ടാ. അപ്പോസ് വാ വാ. എവിടെ പ്രാവ്? പ്രാവ് എവിടെയാ?